ഇനി എല്ലാ വിഭാഗം ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യം, മതപരമായ വിഷയങ്ങൾ വരുന്ന സമയത്ത് മതകാര്യങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ ആ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കും. മതകാര്യങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ ഉപദേശം കൊടുക്കും. അപ്പൊ മതപരമായ കാര്യങ്ങളിൽ പണ്ഡിതന്മാർ സമുദായത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുമെങ്കിൽ ആ ഉപദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ അതിനെ പരിഹസിക്കേണ്ട ആവശ്യമില്ല. അതിന് സമസ്തയുടെ കാര്യത്തിൽ മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ ഏത് വിഷയമാണെങ്കിലും മുസ്ലിം സമുദായത്തിൽ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ, അത് സമസ്തയുടെ പണ്ഡിതന്മാരാവാം, അല്ലാത്ത പണ്ഡിതന്മാരാവാം, ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പറയാൻ ആ പണ്ഡിതന്മാർ ബാധ്യസ്ഥരാണ്. പണ്ഡിതന്മാർ അങ്ങനെ മതത്തിന്റെ വിധി പറഞ്ഞാൽ ആ വിധി സ്വീകരിക്കാൻ മതവിധി അംഗീകരിക്കുന്നവരെ ബാധ്യസ്ഥരുള്ളൂ. മതവിശ്വാസം ഇല്ലാത്ത ആളുകൾ അതിൽ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. മതവിശ്വാസം ഇല്ലാത്ത ആളുകൾ, മതവിരുദ്ധരായ ആളുകൾ, മതനിഷേധികൾ അതിൽ വെറുതെ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അവർക്കതിൽ റോളില്ല. മതപണ്ഡിതന്മാർ ഉപദേശിക്കുന്നത് മതവിശ്വാസികളോടാണ്, മതനിഷേധികൾ ഉപദേശിക്കുന്നത് മതനിഷേധികളോടാണ്. അവരെ ഉപദേശിച്ചുകൊള്ളട്ടെ, അവരുടെ ഉപദേശം അങ്ങനെ സ്വീകരിച്ചുകൊള്ളട്ടെ. പിന്നെ മതപണ്ഡിതന്മാർ മതവിശ്വാസികളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്ന ഇസ്ലാമിനെ പ്രാകൃതമായിട്ടൊക്കെ ചിത്രീകരിക്കാൻ ആര് മുന്നോട്ട് വന്നാലും ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിരിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് സംഘടനാപരമായ വിവേചനമൊന്നും അവിടെ ഇല്ല. പ്രത്യേകിച്ച് സുന്നി പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ആ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിലൊക്കെ അവർ ബിദഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടാണ്, മതനിഷേധികൾക്കെതിരെ ഒറ്റക്കെട്ടാണ്. മതവിരുദ്ധമായി ഏത് താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് മതപണ്ഡിതന്മാർ ഈ സമുദായത്തോട് എന്തെങ്കിലും ഉപദേശം കൊടുത്താൽ അത് സ്ത്രീയുടെ വിഷയത്തിലാണെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം അങ്ങനെ ഇടപഴകാൻ അവസരമുണ്ടാക്കുന്ന പുതിയ പുതിയ രീതികളുടെ ഭാഗമായിട്ടാണെങ്കിലും മതപണ്ഡിതന്മാർ അവരുടെ വിശ്വാസികൾ ഉപദേശിക്കും. ആ ഉപദേശത്തെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണതകൾ ആർക്കും ഭൂഷണമല്ല, അത് അവർക്ക് നഷ്ടമേ ഉണ്ടാകും. അതുകൊണ്ട് മതപരമായ കാര്യങ്ങൾ, വിശ്വാസപരമായി, കർമ്മപരമായി സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് മതത്തിന്റെ ഉത്തരവാദപ്പെട്ട പ്രാമാണികരായ പണ്ഡിതന്മാർ ഈ സമുദായത്തെ ഉപദേശിക്കും. ആ ഉപദേശം സ്വീകരിക്കാൻ സന്നദ്ധരായവരാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ. ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ തൃപ്തിയാണ്, അവർക്കത് സ്വീകാര്യമാണ്, അവർ അത് ആധികാരികമായ ഉപദേശമായിട്ട് സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കേരളീയ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. നമ്മളിത് ആദർശ സമ്മേളനങ്ങളിലൂടെ ബിദഈ പ്രസ്ഥാനങ്ങളെ കുറിച്ച്, അവരുടെ പോരായ്മകളെ കുറിച്ച്, അവരുടെ പരിമിതികളെ കുറിച്ച്, അവരുടെ വൈകല്യങ്ങളെ കുറിച്ച് ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ഇപ്പൊ പുതുതായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിമർശനം, നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ബിദഈ പ്രസ്ഥാനങ്ങളോട് ഇത്ര അമർഷം? എന്താണ് ഇപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ തീവ്രത വന്നിരിക്കുന്നത്? എന്താണ് ഇപ്പോ SKSF ആദർശ സമ്മേളനത്തിൽ പുതിയൊരു 110 സ്വഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ അറിയേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുലമ രൂപീകരിച്ചത് തന്നെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമ രൂപീകരിച്ച് കഴിഞ്ഞ 98 വർഷക്കാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഇന്നതൊന്നുകൂടി വ്യക്തമായി പറയേണ്ട സാഹചര്യമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്കാലം അത്രയും സുന്നികൾ, മുജാഹിദുകൾ, ജമാഅത്ത്, തബ്ലീഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ധാരണയും സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായ ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇവർ ആചാരപരമായ, അനുഷ്ഠാനപരമായ, ഇവർക്കിടയിൽ ആഭ്യന്തരമായ ചില തർക്കങ്ങളാണ്. നിസ്കരിക്കുന്ന സമയത്ത് കയ്യവിടെ കെട്ടണം, സുബഹിക്ക് ഖുനൂത്ത് ഓതാൻ പാടുണ്ടോ ഇല്ലേ, സ്ത്രീകളുടെ ജുമാ ജമാഅത്ത്, ഇങ്ങനെയുള്ള മുസ്ലിം സമുദായത്തിനകത്തുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇവർ തമ്മിലുള്ളത് എന്നൊരു പൊതുധാരണയാണ് ഉണ്ടായിരുന്നത്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടും ആ സമുദായത്തിന്റെ അകത്ത് തന്നെ തീർക്കാവുന്നതാണ്. ഇനി തീർന്നിട്ടില്ലെങ്കിലും മറ്റുള്ള ആളുകളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ അടുത്ത കാലത്തായി ഈ ബിദഈ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളുടെ അപകടകരമായിട്ടുള്ള ചില ശൈലികൾ പുറത്തു വരാൻ തുടങ്ങി. അപകടകരമായ ശൈലികൾ, അത്തരം അപകടകരമായ ആശയങ്ങൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അപകടകരമായ ആ ശൈലികളെ ഇവിടുത്തെ സമൂഹത്തിന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവരുമായിട്ട് ആരും ബന്ധപ്പെടാൻ, അടുക്കാനോ വേണ്ടത്ര അവർക്ക് സമൂഹത്തിൽ സ്വീകാര്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത കാലത്ത് ഏകദേശം 8-10 വർഷത്തിനിപ്പുറമായിട്ട് ഈ ബിദഈ പ്രസ്ഥാനത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ സലഫി ആശയക്കാർക്കിടയിൽ രൂപം കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട 2 ചേരികൾ രൂപപ്പെട്ടു. അതിലൊരു ചേരി എന്ന് പറയുന്നത് നമ്മുടെ മതേതര സംവിധാനത്തിലും നമ്മുടെ ഒരു ബഹുസ്വര സമൂഹത്തിലും ഒരിക്കലും പറയാനോ പ്രവർത്തിക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ലാത്ത അപകടകരമായ ഒരു രീതിയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വിഭാഗം അവകാശപ്പെടുന്നത് എല്ലാ മതവിഭാഗങ്ങളും കഴിഞ്ഞുകൂടുന്നൊരു നാട്ടിൽ ഒരാൾക്ക് യഥാർത്ഥ മതവിശ്വാസിയായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഒരു മുസ്ലിം ആണെങ്കിൽ ആ മുസ്ലിമിന് മുസ്ലിങ്ങളല്ലാത്ത മതവിഭാഗങ്ങളും സംസ്കാരങ്ങളും ജാതികളും ഉപജാതികളും ഒക്കെ കഴിഞ്ഞുകൂടുന്ന നാടാണെങ്കിൽ അവിടെ ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ചു മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ് ഇതിന് പരിഹാരം? ഇവിടുന്ന് പെട്ടെന്ന് ഹിജ്റ പോകണം, പലായനം ചെയ്യണം. കേരളത്തിൽ ഇത് പഠിപ്പിക്കപ്പെട്ടു.
യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണം, പലായനം ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. സലഫി ആശയത്തിന്റെ ദുഷ്പ്രേരണ കൊണ്ടാണ് അത്തരമൊരു പ്രചാരണം നമ്മുടെ നാട്ടിലുണ്ടായത്. ഇതാണ് ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ആശയമാണ് യഥാർത്ഥ ആശയമെന്ന് മനസ്സിലാക്കി ചില സാധുക്കൾ എന്ത് ചെയ്തു? ഇവിടുന്ന് ഹിജറ പോയി, വിസയും ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഹിജറ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രത്തോളം മുസ്ലിം സമുദായത്തെ അവർ ഏതർത്ഥത്തിൽ തെറ്റിദ്ധരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ഇസ്ലാമിന്റെ ഭാഗമല്ല. ഇസ്ലാമിന് ഇങ്ങനെ ഒരു ആശയമില്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിക്കാൻ സാധിക്കും. ഇവിടുത്തെ ഹിന്ദുവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട്, ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ അയൽവാസിയായി ജീവിച്ചുകൊണ്ട്, ഇവിടുത്തെ മറ്റു സഹോദര സമുദായക്കാരുടെ കടയിൽ പോയി സാധനം വാങ്ങി എല്ലാവർക്കിടയിലും എല്ലാ സമുദായങ്ങളുമായി തോളോട് തോളുരുമി ചേർന്നുകൊണ്ട് തന്നെ ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പ്രമാണം. സുന്നികൾ, സമസ്തക്കാർ അതാണ് ഈ സമൂഹത്തിൽ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി അപകടകരമായി ഇസ്ലാമിൽ ഇല്ലാത്ത, ഇസ്ലാമിന്റെ പേരിൽ ബന്ധപ്പെടുത്താൻ കഴിയാത്ത അപകടകരമായ ആശയങ്ങൾ പൊതുസമൂഹത്തിൽ തന്നെ ചർച്ചയാക്കപ്പെടുന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ബിദഈ പ്രസ്ഥാനങ്ങളുടെ അപകടകരമായ കാര്യങ്ങൾ ഒന്നുകൂടി സമൂഹത്തെ കുറച്ചുകൂടി ഉച്ചത്തിൽ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും. അതൊന്നുകൂടി ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ ഒരു കാര്യം, അബൂബക്കർ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംഘടന ലോകവ്യാപകമായിട്ട് രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇസ്ലാമിക് സ്റ്റേറ്റ്, പുതിയൊരു ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടന രൂപീകരിച്ചു. അബൂബക്കർ ബഗ്ദാദി ISIS-ഉമായി കടന്നു വന്ന ആ സമയത്ത് തന്നെ ലോകത്തുള്ള നൂറുകണക്കിന് പണ്ഡിതന്മാർ ഒരുമിച്ച് ഫത്വ ഇറക്കി. ഇത് ഇസ്ലാമിന്റെ ഭാഗമല്ല, ഇതിനെ ഇസ്ലാമായിട്ട് ആരും കാണേണ്ടതില്ല, ഇതിനെ മുസ്ലിങ്ങളുമായി ആരും ബന്ധപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് പറയുന്ന എന്ത് വൃത്തികേടുകളും അത് ഇസ്ലാമിന്റെ പേരിൽ ആരും എഴുതി വെക്കേണ്ടതില്ല, ഇസ്ലാമിനെ അങ്ങനെ പരിചയപ്പെടേണ്ടതില്ല, അതിന് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് ഇവിടെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ആ ISIS-ലേക്കും കേരളത്തിലെ ചില ചെറുപ്പക്കാർ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്നത് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും മറ്റുമൊക്കെ പോയിട്ട് അവരുടെ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച് മരിക്കുന്ന വാർത്തകൾ പത്രങ്ങളിലൂടെ വരാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്തയെ പോലെയുള്ള ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനത്തിന് ഇതൊന്നും ഇസ്ലാമിന്റെ ഭാഗമല്ല, ഇത് ലോകത്തെ നൂറുകണക്കിന് പ്രാമാണികമായ പണ്ഡിതന്മാർ തള്ളിപ്പറഞ്ഞ അപകടകരമായ വാദങ്ങളാണ്, ഇതുമായി മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അടുത്ത കാലത്ത് സുന്നത്ത് ജമാഅത്ത് പറയുന്നിടത്തും ബിദഈ പ്രസ്ഥാനങ്ങൾ എതിർക്കുന്നിടത്തും ഇത്തരത്തിലുള്ള അപകടകരമായ ആശയങ്ങളെ തുറന്നു കാണിക്കുന്നിടത്തും നിങ്ങൾക്ക് കുറച്ച് തീവ്രത കൂടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ചില ദുരുദ്ദേശങ്ങളാണ് എന്ന് നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. ആ അർത്ഥത്തിൽ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. പരിശുദ്ധമായ ഈ മതത്തെ, മതവിശ്വാസങ്ങളെ, അതിനെ മോശമായി കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാനും വികൃതമായിട്ട് ചിത്രീകരിക്കാനും അതിന്റെ പേരിൽ സഹോദര സമുദായങ്ങൾ പോലും ഈ വിശുദ്ധമായ മതത്തെ തെറ്റിദ്ധരിക്കാനും കാരണമാകുന്ന പ്രചാരണങ്ങൾ മറുഭാഗത്ത് നടക്കുമ്പോൾ അതുമായി മതത്തിന് ബന്ധമില്ല എന്ന് പ്രാമാണികമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ദൗത്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ട സന്ദർഭമാണ്. ഈ 100ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ട ഈ അഭിമാനകരമായ സന്ദർഭത്തിലും നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കും, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ ഇന്നുവരെ ഒരു ഭീകരവാദ ആരോപണമായി ഉന്നയിച്ചിട്ടില്ല. എതിരാളികൾ പോലും ഒരു തീവ്രവാദ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ബഹുസ്വര സമൂഹത്തിൽ പറയാൻ പാടില്ലാത്തൊരു ഭാഷയും ശൈലിയും ഈ പ്രസ്ഥാനം ഉന്നയിച്ചു എന്ന് ഇന്നുവരെ എതിരാളികൾ പോലും ഉന്നയിച്ചിട്ടില്ല. എന്താ കാരണം? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ അത് സ്വന്തം വിശ്വാസവും അതിന്റെ മതബോധവും അതിന്റെ സംസ്കാരവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട്, ഈ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സഹോദര സമുദായങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ സഹോദര സമുദായങ്ങളും ഉൾക്കൊള്ളുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന രീതിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ 1 നൂറ്റാണ്ട് കാലം കേരളീയ സമൂഹത്തിൽ കൊണ്ടു നടന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തണലിൽ ജീവിക്കുന്നവരാണ്. മതപരമായ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ സമസ്ത എന്തു പറയുന്നു എന്ന് കാതോർക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ. അതിന് കാരണം എന്താണ്? ഈ പ്രസ്ഥാനം സത്യസന്ധമാണ്, ഈ പ്രസ്ഥാനം വിശ്വസ്തമാണ്, ഈ പ്രസ്ഥാനം ഈ രാജ്യത്തിന് നിയമവിധേയമായി പ്രവർത്തിക്കുന്നവരാണ്, ഈ പ്രസ്ഥാനം സാമുദായിക സൗഹാർദ്ദത്തിന് എല്ലാ അർത്ഥത്തിലും പിന്തുണക്കുന്നവരാണ്, ഈ പ്രസ്ഥാനം മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും പ്രവർത്തിക്കുന്നതാണ് എന്നൊരു പൊതുധാരണയും വിശ്വാസവും ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്.